ഹലോ, എല്ലാവർക്കും മിയ ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ UK ലിവർപൂളിലെ ഒരു സ്ഥലമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്നിവിടെ ഉള്ളത് ആൽബർട്ട് ഡോക്സിലാണ്. ലിവർപൂളിലെ ഒരു സ്ഥലമാണിത്. വൺ ഓഫ് ദ ഫേവറേറ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇത് ആൽബർട്ട് ഡോക്സിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അകത്തേക്ക് കയറുന്നത് ഇതിൻ്റെ സൈഡിൽ പാർക്കിംഗ് ഏരിയ ആണുള്ളത്. ആൽബർട്ട് ഡോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ഡോക്ക്യാർഡും വെയർഹൗസസും ഒക്കെ കൂടെ ഉള്ളൊരു സ്ഥലമാണ്. ബ്രിട്ടൻ്റെ ഒരു മെയിൻ സ്ഥലം എന്ന് തന്നെ പറയാം. ബിക്കോസ് ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ നോൺ കമ്പസ്റ്റബിൾ വെയർഹൗസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന ഇവിടെയാണ്. ബിക്കോസ് ഇവിടെ സാധാരണ ബ്രിട്ടനിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പം വുഡൊക്കെ നന്നായിട്ട് സ്ട്രക്ചറൽ വുഡ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നോൺ കമ്പസ്റ്റബിൾ എന്നാണ് പറയുന്നത്. ഇതിൽ കൂടുതലും അയണും ഗ്രാനൈറ്റും ഒക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്തൂപമാണ്. അതിൽ കറക്റ്റായിട്ട് ലാൻഡ് മാർക്കിങ്സ് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ എങ്ങോട്ട് പോകണം അതിൻ്റെ ഡയറക്ഷൻസ് തരാൻ വേണ്ടിയാണ് ഇത് നമുക്ക് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെ എഗെയിൻ ബാക്ക് ടു ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ പറയുമ്പം 1840s ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതും ഒക്കെ. അന്നേരം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു. നങ്കുരങ്ങളിൽ ഷിപ്പിൽ നിന്ന് ഡയറക്റ്റ് ഗുഡ്സ് കയറ്റാനും ഇറക്കാനും ഒക്കെ ഈ ഷിപ്പ് യാർഡ് ഇവർക്ക് യൂസ്ഫുള്ളായി. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ലോകത്തിലെ തന്നെ ഫസ്റ്റ് ഹൈഡ്രോളിക് ക്രെയിൻസ് ഇവർ കൊണ്ടുവന്നു. അങ്ങനെ ഒരു 50 years നല്ല അടിപൊളിയായിട്ട് ഇത് പോയി. അതിനുശേഷം ഒബ്വിയസ്ലി ആർക്കിടെക്ചർ അതിൻ്റെ ഒക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ഡോക്ക് യാർഡുകൾ വന്നു. ബട്ട് സ്റ്റിൽ വെയർ ഹൗസ് നല്ലതായിട്ട് ഇവിടെ റിമൈൻ ചെയ്തു. ബിക്കോസ് ഇത് നല്ലതായിരുന്നു അവരുടെ. അതിനുശേഷം 1940s നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ ആണ് ഇതിന് ഭയങ്കര കേടുപാടുകളുണ്ടായി. അപ്പോൾ നമുക്കറിയാം ബോംബാക്രമണങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഇതിൻ്റെ കുറേ പാർട്ടുകളൊക്കെ നശിച്ചു പോയി. ഒരു 15% അബവ് ഇത് പോയെന്നാണ് കണക്കൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം മേഴ്സിസൈഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇത് വീണ്ടും ഡെവലപ്പ് ചെയ്ത് 1984 ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്നോടൊപ്പം ഇന്നുള്ളത് ഷൂട്ട് ചെയ്യാൻ ജാൻസിയാണ്. അപ്പോൾ ജാൻസിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ട പമ്പ് ഹൗസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പബ്ബാണ് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത്. അവിടെ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ ഈ സൈഡിൽ കാണുന്ന വൈറ്റ് ഇതെന്ന് പറയുന്നത് അതൊരു മ്യൂസിയമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോക്ക്യാർഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഫുള്ള് വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ബോട്ട് റേസുകളും അല്ലെങ്കിൽ നമുക്ക് ബോട്ടിംഗ് ഒക്കെ നടത്താം. മെയിനായിട്ട് ഇവിടെ കട്ടീസാക്ക് ടോൾ ഷിപ്പ് റേസ് എന്ന് പറഞ്ഞൊരു ഷിപ്പ് റേസ് വർഷത്തിലൊരിക്കലും നടത്താറുണ്ട്. ഇപ്പം അതിനെ ടോൾ ഷിപ്പ് റേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിവർപൂളിലെ ഈ ഒരു ഇതും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. അപ്പോൾ ഇത് കൺസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇത് ഒരുപാട് കേടുപാടുകൾ പറ്റിയിരുന്നു. അപ്പോൾ എഡ്വാർഡ് പാവലിയൻ എന്ന് പറയുന്ന ഒരു പാവലിയൻ ഇവർ റിനോവേറ്റ് ചെയ്ത് അത് യൂസ്ഫുള്ളായി ആ സമയത്ത്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ മേഴ്സിസൈഡ് മാരിടൈം മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൽബർട്ട് ഡോക്സിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. ഇത് മ്യൂസിയം പിന്നീട് ഇവർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ കൊറോണ ഔട്ട് ബ്രേക്ക് പറഞ്ഞപ്പോൾ ബോട്ടിങ്ങോ അല്ലെങ്കിൽ മ്യൂസിയം വിസിറ്റോ ഒന്നും നമുക്ക് സാധ്യമല്ല. അപ്പോൾ എന്നേലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ്. ഇത് മ്യൂസിയത്തിൻ്റെ ഒരു സൈഡാണ്. ഇനി നമ്മൾ ആൽബർട്ട് ഡോക്സിൻ്റെ ആ സെൻറ്റർ പാർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു പോർഷൻ ടാറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു പോർഷൻ ഇവർ പറയുന്നത് ബീറ്റിൽ സ്റ്റോറി മ്യൂസിയം എന്ന് പറയുന്നതാണ്. ബാനുവേ അത് ഞാൻ കണ്ടില്ല. പിന്നെ വേറെ കുറേ പാവലിയൻസും കൂടി ഇവിടെ ഉണ്ട്. ബ്രിട്ടാനിയ പാവലിയൻ, അറ്റ്ലാന്റിക് പാവലിയൻ എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റിങ്സ് ഒക്കെ കാണാൻ വേണ്ടി. ഇന്നലെ രാത്രി വന്നത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഫുൾ ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ഡോക്ക് യാർഡ്സ് ആയിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ബോട്ടുകളൊന്നും തന്നെ ഓടുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കൊറോണയാണ്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫേവറേറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയിട്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ ഫേമസ് ആക്കി മാറ്റുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന പണ്ട് നമ്മുടെ സർക്കസ് കൂടാരങ്ങളൊക്കെ ഓർപ്പിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള ഒരു ഹോഴ്സിൻ്റെ ഒരു റൈഡാണ്. അപ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഇത് റൈഡ് നടത്താവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എത്രയാണ് രൂപയെന്നുള്ളതും കൂടെ ഞാനത് ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞ പാവലിയൻ ബ്ലോക്കുകൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ നന്ദി, നമസ്കാരം, ബൈ.